ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ കൊണ്ട് നമുക്ക് വീട്ടിൽ ചിലന്തി വലയും മാറാല ശല്യമൊക്കെ ഒഴിവാക്കുന്ന ഒരു സൂപ്പർ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതുപോലുള്ള ഒരു 5 കുപ്പികൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ തലഭാഗം, അതായത് കഴുത്ത് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. അടപ്പിൻ്റെ താഴ്ഭാഗത്ത് കൂടി, ആ വെട്ടിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള ഭാഗത്ത് നമ്മളിതുപോലെ ആക്സോ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ കട്ട് ചെയ്ത് കളയാം. ആക്സോ ബ്ലേഡ് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കത്തി കൊണ്ട് ചൂടാക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 5 കുപ്പികളുടെ വായ്ത്തയാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വീഡിയോ കാണുന്ന പോലെ മുറിച്ചെടുക്കുക. അതായത് ആദ്യം ചെറിയ ഭാഗവും പിന്നെ അതിൻ്റെ വലുതുമായിട്ട് 5 പീസുകളായിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. കത്തി കൊണ്ട് ചെറിയ ഹോളിട്ടതിന് ശേഷം ഇതുപോലെ കത്രി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഏറ്റവും ചെറിയ പീസാണ്. ഇതിൻ്റെ വലുതായിട്ട് അങ്ങനെ ഒരു 5 പീസുകളായിട്ട് നമ്മൾ ആ വായ്ത്തല കട്ട് ചെയ്ത കുപ്പിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. കുപ്പികളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ എവിടെ നിന്നും കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് കുപ്പിക്കുന്ന ഒരു പഞ്ഞവുമില്ല, ഒരു രൂപ പോലും ഇതിന് ചിലവും വരുന്നില്ല. നമ്മൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ നമ്മൾ 5 പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസും എടുത്ത് ഇതുപോലെ നമുക്ക് ചെറിയ ലെയറായിട്ട് കട്ട് ചെയ്യണം. ചെറിയ ലെയറുകളായിട്ട് നമുക്ക് 5 പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ആദ്യം വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ പിടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കത്രിക കൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ നൈസാവണമെന്നില്ല. അല്പം ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒരു പരുവത്തിന്, ഒരു ഇറുക്കലിൻ്റെ 2 ഇറുക്കൽ ചേർത്ത് വെച്ചാലുള്ള വലിപ്പത്തിനുള്ള പീസുകളായിട്ട് നമുക്ക് ഇതുപോലെ 5 പീസിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിവൃത്തിയെടുക്കുക. ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് നിവൃത്തിയെടുത്തിട്ട് മുകളിലേക്ക് അല്പം പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒന്ന് നിവൃത്തിയെടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ കത്രികയുടെ പുറകുവശം കൊണ്ടൊന്ന് ആക്കിയെടുത്താൽ ഷേപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പീസും 5 പീസും നമ്മളതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി വെച്ചതിന് ശേഷം ഒരു കത്രിക കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് നിവൃത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. കത്രികയുടെ ചുവട് കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മേലിലേക്ക് ഉയർന്ന് കിട്ടുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. 5 പീസ് ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് കട്ട് ചെയ്തൊരു കുപ്പിയുടെ മുകൾ ഭാഗം നല്ല ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത ആ ഭാഗത്ത് നിന്ന് ചുവട് കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അതായത് മുകൾ ഭാഗം നമ്മൾ ചെറിയ പീസ് കട്ട് എടുത്ത കുപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ചുവട് ഒരെണ്ണം എടുത്തതിന് ശേഷം അതിൻ്റെ ചുവട് ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് നെടുകെ വെട്ടിയെടുക്കുക. നെടുകെ ഒരു വെട്ടുമ്പോൾ നമുക്ക് ഒരു പീസായിട്ട് ഇത് മാറി കിട്ടുന്നതാണ്. ഒരു ഷീറ്റ് പോലെ നമുക്ക് ആക്കി കിട്ടും. ഇതുപോലെ ഷീറ്റ് പോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. ഇതുപോലെ വെട്ടിയെടുത്ത് ഒന്ന് ചുരുട്ടിയെടുക്കാം. മറ്റൊരു വെട്ടിയെടുത്ത കുപ്പികളും നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല. ഇതിൻ്റെ ഒരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ കുപ്പി കൂടി ഇതിൻ്റെ ആവശ്യമായിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ കുപ്പികളും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഇതുപോലെ നല്ലപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. കൈകൊണ്ട് തന്നെ നമുക്ക് ചുരുട്ടിയെടുത്തിന് വിരൽ ഉള്ളിലേക്ക് കയറ്റി ഒന്ന് കറക്കിയെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ചുരുണ്ട് കിട്ടുന്നതാണ്. പിന്നീട് നമുക്ക് ഇതിൻ്റെ അഗ്രഭാഗം കത്രിക കൊണ്ട് 4 വശത്തും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വിടർത്തി വെക്കണം. ഇതുപോലെ ഒന്ന് വിടർത്തി പുറത്തേക്ക് തള്ളി നിൽക്കരുത്, ഒന്ന് വിടർത്തി വെക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മിക്ക മാറാലയും ചിലന്തി വലയും ഇല്ലാത്ത വീട് കാണില്ല. നമുക്ക് എപ്പോഴും അത് അടിച്ച് വൃത്തിയാക്കി നിന്നാലേ വീടിൻ്റെ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്തെടുത്ത വലിയ നീളമുള്ള ഭാഗത്തിൻ്റെ പകുതി വെച്ച് നമുക്ക് അകത്തേക്ക് ഇതുപോലെ മടക്കി വെക്കണം. ആദ്യം നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തല്ലോ, അതിൻ്റെ ഇതുപോലെ മധ്യഭാഗത്ത് നിന്ന് അകത്തേക്ക് അല്പം മടക്കി വെക്കുക. എല്ലാ പീസുകളും ഇതുപോലെ നിന്ന് അകത്തേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെക്കുക. ഇതൊരു പീസിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാകും. മറ്റുള്ള പീസുകളിലൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കുപ്പി, അതായത് 10 രൂപയുടെ ജ്യൂസ് വരുന്നൊരു കുപ്പിയാണ്. അതിൻ്റെ ചുവട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പിന്നെ കുപ്പികളുടെ പീസ് വെട്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത ഈർക്കലിൻ്റെ വലുപ്പത്തിൽ കനത്തിൽ അതുപോലെ ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വായ്ത്തല വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
കണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വായ് തലേന്ന് വെട്ടി മാറ്റുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ വലിയ കുപ്പിയിൽ ചെയ്തതുപോലെ തന്നെ ഇതും ഒന്ന് ശരിയാക്കി എടുക്കുക. ആക്സബിളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. വായത്തില കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഓരോ പീസുകളായിട്ട്, അതായത് നമ്മൾ ആദ്യം ആ ചെറിയ കുപ്പി ഉണ്ടല്ലോ, 10 രൂപയുടെ കുപ്പി കട്ട് ചെയ്തല്ലോ, അതാണ് ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചുരുട്ടിയെടുത്ത കുപ്പിയുടെ ഭാഗം ഇതുപോലെ അകത്തുകൂടി കയറ്റി മുകളിലേക്ക് വെക്കുക. മുകളിലേക്ക് നമ്മൾ കത്രി കൊണ്ട് വെട്ടിയൊന്ന് മടക്കി വെച്ചല്ലോ ചെറിയ ഭാഗങ്ങളായിട്ട്, അത് മുകളിലേക്ക് ഊരിപ്പോകാതിരിക്കുന്നതിനൊരു തടയായിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് വിടർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പീസുകളും ആദ്യം നമ്മൾ ചെറിയ കുപ്പിയുടെ പീസ് കയറ്റി, പിന്നീട് നമുക്ക് വലുതായിട്ട് ആദ്യം വെട്ടിയെടുത്തല്ലോ ആ പീസുകൾ, അങ്ങനെ ഓരോ ക്രമത്തിനനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ചെറുതായിട്ട് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് നമ്മൾ കയറ്റി വെക്കുക. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന വസ്തുക്കളാണ്. ഇതിന് ചിലവൊന്നും വരുന്നില്ല. നമുക്ക് കുപ്പികളൊക്കെ ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. ഇതുപോലുള്ള റിലേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പീസുകളായിട്ട് ലെയറായിട്ട് 5 പീസുകൾ നമ്മൾ ഇതിനകത്ത് കയറ്റി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പോർഷനായിട്ട് കിട്ടുന്നതാണ്. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ലാസ്റ്റ് കാണാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ മിക്കവാറും എല്ലാവരും ചെയ്യാറൊക്കെ ഉള്ളതാണെങ്കിലും ഇതുപോലുള്ള രീതിയിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ കുപ്പിയുടെ ഒരു പീസ് നമ്മൾ വെട്ടിമാറ്റിയിട്ടുണ്ടല്ലോ, അതുകൂടി ഇതിലേക്കൊന്ന് കയറ്റി വെക്കുക. കാരണം നമ്മൾ നേരത്തെ കയറ്റി വെച്ച ആ പീസുകൾ ഊരി വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുമായിട്ട് ചേർത്ത് വെച്ച് ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ആ കുപ്പിയുടെ പീസ് വെട്ടി വെച്ചത് അതുമായിട്ട് ചേർത്തൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊന്നും കടകളിലൊന്നും പോയി സാധനങ്ങളൊന്നും വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്ത് ചിലവില്ലാത്ത രീതിയിൽ തന്നെ വീട്ടിൽ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ വീട്ടിൽ ഉപയോഗപ്പെടുന്നതുമായ വസ്തുക്കളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു നിരാശയും ഉണ്ടത് കാണുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ചെയ്തെടുത്തു ശേഷം നമുക്ക് ഇതിനകത്തൊരു സ്റ്റിക്ക് ആവശ്യമുണ്ട്. അതായത് മുളയുടെ കമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നീളമുള്ള കമ്പോ അല്ലെങ്കിൽ വീട്ടിൽ PVC പൈപ്പ് ഉണ്ടെങ്കിൽ അതോ ഏതായാലും മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ ഒടിഞ്ഞു പോയ ചീത്തയായി പോയിട്ടുള്ള മോപ്പോ ചൂലോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതിൻ്റെ സ്റ്റിക്കായാലും മതി. അതുകൊണ്ട് ഇതുപോലെ സ്റ്റിക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വീട്ടിൽ ഈ പെയിൻറ്റർമാരൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിക്കാണിത്. ഉള്ള റോള് കയറ്റിയിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ്, ഉപയോഗമില്ലാതെ കിടന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഉപയോഗപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. കമ്പായാലും മുളയാലും ഈ അളവിനുള്ള എടുത്തതിന് ശേഷം ചെത്തി ഇങ്ങനെ മുനയാക്കിയതിന് ശേഷം ഉള്ളിലേക്ക് കയറ്റി വെക്കാം. കയറ്റി വെച്ചിട്ട് റബ്ബർ ബാൻഡിട്ട് അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള സാധനം താഴേക്ക് ഇറങ്ങി വരാതിരിക്കും. എന്നിട്ട് നമുക്കൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിൽ നിന്നും അല്പം നമ്മൾ സ്റ്റിക്ക് കയറ്റി വെച്ച കുറച്ച് ഭാഗത്തേക്ക് കൂടി ടേപ്പ് നല്ലതുപോലെ ഒന്ന് എടുത്താൽ ടൈറ്റായിട്ടിരിക്കും. അത് അനങ്ങ് നല്ല ബലത്തിൽ കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് വീട്ടിലുള്ള എല്ലാ മാറാലകളും അടിച്ച് നല്ല സൂപ്പറായിട്ട് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ ചൂലുകൾ ഓരോരുത്തർ കൊണ്ടുവന്ന് മേടിക്കുന്ന ചൂലും നമ്മൾ കടകളിൽ നിന്ന് അവൈലബിളായിട്ടുള്ള ചൂലുകളൊക്കെ വെച്ച് വൃത്തിയാക്കുന്നതിനെക്കാട്ടി നല്ല സൂപ്പറായിട്ട് നല്ല ഈ ചിലന്തികളൊക്കെ ചില സാധനങ്ങളൊക്കെ കൂട് കൂട്ടിയിരിക്കും മൂലകളിലൊക്കെ വീട്ടിൻ്റെ ചുമരിലും. അതൊക്കെ നല്ലതുപോലെ കുത്തി ഇളക്കി കളയാവുന്നതാണ്. ഇത് വെച്ച് വളരെ യൂസ്ഫുള്ളാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഉപയോഗം കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ചിലന്തി വലയും മാറാലകളൊന്നും ഇനി വീട്ടിലുണ്ടാവില്ല. ഇതൊരെണ്ണം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വളരെ എളുപ്പത്തിൽ തന്നെ ഇതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉപയോഗം കൂടി നിങ്ങളൊന്ന് കാണുക. അതുപോലെ നമുക്ക് വീടിൻ്റെ ഏത് മൂലയിലുള്ള ഏത് ഭാഗത്തും നമുക്കിതുപോലെ മാറാലയും ചിലന്തി വലകളൊക്കെ അടിച്ച് കളയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. ഇതുപോലുള്ള റിലേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഈ ഒരു കച്ചിത്തുറുമ്പ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ അതുപോലെ നമുക്ക് ചിലന്തി വലകളൊക്കെ ഇതിനകത്ത് തന്നെ തറയിൽ വീഴാതെ തന്നെ എടുക്കാൻ കഴിയും. ശേഷം നമുക്ക് വൃത്തിയാക്കി കളഞ്ഞാൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റുള്ള വീഡിയോസുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുന്ന നിങ്ങൾ ചാനൽ കയറി ഇനിയും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.